നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ഗ്രഹങ്ങളുടെ രാജാവും എന്നാൽ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മന്ദഗതിയിൽ സഞ്ചരിക്കുന്നതുമായ ഗ്രഹമാണ് ശനി. ശനി രുദ്രദേവതയെ പ്രതിനിധീകരിക്കുന്നു. മകരം, കുംഭം എന്നീ രാശികളിൽ ശനിക്ക് ആധിപത്യവും തുലാമിൽ ഉച്ചവും മേടത്തിൽ നീചവുമാണ്. കുംഭം ശനിയുടെ മൂലത്രികോണ രാശിയാണ്. ജാതകത്തിൽ ശനിക്ക് ശുഭസ്ഥാനസ്ഥിതിയാണെങ്കിൽ സ്വദശാവകാരങ്ങളിൽ ശനി നല്ല ഫലങ്ങളെയും അനിഷ്ടസ്ഥാനസ്ഥിതിയാണെങ്കിൽ അനിഷ്ടഫലത്തെയും നൽകുന്നു. ഇഷ്ടസ്ഥാനസ്ഥിതിയും ശുഭഗ്രഹ വീക്ഷണവുമുണ്ടെങ്കിൽ ശനി ജാതകന് വിചാരശീലം, വിവേകം, കരുതൽ തുടങ്ങിയ ഗുണങ്ങൾ നൽകും. തൊഴിൽ, വ്യാപാരം ഇവയെ നേരെയാക്കി നടത്തിക്കൊണ്ടുപോകാനും പരാശ്രയമില്ലാതെ കഴിയാനും സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും ആയി മുന്നോട്ട് പോകാൻ കഴിയും. പുരോഗതി സാവധാനത്തിലാണെങ്കിലും അത് നിശ്ചിതവും ക്രമാനുഗതവുമായിരിക്കും. വന്ന പുരോഗതി ദീർഘകാലസ്ഥായിയുമായിരിക്കും. ശനിക്ക് അനിഷ്ടസ്ഥിതിയോ അശുഭഗ്രഹങ്ങളുമായ യോഗമോ ഉണ്ടായാൽ ഫലം ദുഃഖപ്രദമായിരിക്കും. എല്ലാ ഉദ്യമങ്ങളിലും പരാജയപ്പെടുന്നത് കാണാം. ഒരു പരാജയ മനോഭാവം വന്നു ചേരും. അങ്ങനെയുള്ള ശനി 2025 മാർച്ച് 29 തൻ്റെ മൂലത്രികോണ ക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്നും ഗുരുവിൻ്റെ രാശിയായ മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഏതൊക്കെ രാശിക്കാർക്കാണ് കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി എന്നിവയുടെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി കണ്ടകശനിയെക്കുറിച്ച് സംസാരിക്കാം. മിഥുനം, കന്നി, ധനു എന്നീ രാശിക്കാർക്കാണ് കണ്ടകശനിയുടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ആദ്യമായി കണ്ടകശനി എന്താണെന്ന് നോക്കാം. ജന്മക്കൂറിൻ്റെ 4, 7, 10 എന്നീ കേന്ദ്രഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്നതിനെയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഒരു തടസ്സമുണ്ടാകുക, ഒരു സുഖക്കുറവ് അനുഭവപ്പെടുക, ദ്രവ്യാദികൾക്ക് നാശം, പരാജയം, അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം, രോഗങ്ങൾ, സന്താന ദുഃഖം, മിത്രങ്ങൾക്കും വീട്ടിലെ പക്ഷി മൃഗാദികൾക്ക് പോലും ദോഷം എന്നിവയാണ് കണ്ടകശനിയുടെ ഫലങ്ങൾ. ഇത് അനുഭവത്തിൽ നിൽക്കുന്നത് 2.5 വർഷമാണ്. ജാതകത്തിൽ ശനിയുടെ സ്ഥിതി കൂടി അനുസരിച്ചാണ് ഫലത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ. ശനിയുടെ ഈ രാശിമാറ്റം മുകളിൽ പറഞ്ഞ രാശിക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി മിഥുനൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. ഇപ്പോൾ ശനി മിഥുനൻ രാശിക്കാരുടെ 9ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ശനി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾക്ക് തടസ്സം, ധനഹാനി, പിതൃബന്ധു ക്ലേശം, സുഖക്കുറവ് എന്നിവയാണ് ഇവർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് 29 ശനി 10ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. കർമ്മഭാവമാണ് 10ാം ഭാവം. ഇവിടെ വലിയ കോട്ടങ്ങൾ സംഭവിക്കും. തൊഴിൽ സ്ഥലത്തെ അധികാരികളുടെ അതൃപ്തി, സ്ഥാനഭംഗം, നിത്യതൊഴിൽ തടസ്സം, മാനഹാനി, ഹൃദയരോഗം എന്നിവയാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് യാതൊരു വിധത്തിലുള്ള വഞ്ചനാ സ്വഭാവങ്ങളും കാണിക്കരുത്. അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. മിത്രങ്ങളെല്ലാം ശത്രുക്കളാകുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് അവർ നമുക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരോട് രമ്യതയിൽ പെരുമാറണം. തൊഴിൽ രംഗത്ത് വളരെ ജാഗ്രത പുലർത്തണം. നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക. ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനവും നടത്തണം. അടുത്ത രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. 2025 മാർച്ച് 29 ശേഷം ശനി കന്നിരാശിയുടെ 7ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. നിലവിൽ ശനി കന്നിരാശിയുടെ 6ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കുടുംബസുഖം, ധനധാന്യാദി സമൃദ്ധി, ശത്രുവിജയം, ഗ്രഹഭാഗ്യം എന്നിവയാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മീനൻ രാശിയിലേക്കുള്ള ശനിയുടെ സഞ്ചാരം ഇവരുടെ 7ാം ഭാവത്തിനാണ് കോട്ടം തട്ടുക. പ്രണയം, വിവാഹം, ദാമ്പത്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. പരദേശവാസം, പങ്കാളിക്ക് ക്ലേശങ്ങൾ, അനാവശ്യ യാത്രകൾ, ധനക്ലേശം ഇവയാണ് ഫലം വരാൻ പോകുന്നത്. ക്രയവിക്രയങ്ങളിൽ വളരെ സൂക്ഷിക്കണം. പങ്ക് കച്ചവടക്കാർ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. വാദം കേൾക്കാതിരിക്കാൻ ശ്രമിക്കണം. സുഹൃത്തുക്കളുടെ അകലം പാലിക്കുന്നത് നല്ലതാണ്. ശാസ്ത്രാപ്രീതി നടത്തിക്കൊണ്ടേയിരിക്കണം.
2.5 വർഷം തന്നെ നിർത്താതെ നടത്തണം. എങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാകൂ. അടുത്തതായി ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്തിരാടം, കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. മീനത്തിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം ധനുരാശിക്കാർക്ക് പ്രതികൂല അനുഭവങ്ങളാണ് നൽകുന്നത്. 4-ാം ഭാവം എന്ന് പറയുന്നത് മാതൃഭാവം, കുടുംബഭാവം എന്നിങ്ങനെ പറയാം. ഈ സഞ്ചാരം 2.5 വർഷം തുടരും. ഇപ്പോൾ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ആരോഗ്യം, സുഖം, കാര്യവിജയം, ധനലാഭം, ഉദ്യോഗലാഭം എന്നിവയാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിന് ഉത്സാഹവും ഉണർവും ഉണ്ടായിരുന്നു. എന്നാൽ 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, മാതൃദുഃഖം, ഭാര്യാദുരിതം, വിവാഹ തടസ്സം, ശത്രുവൃദ്ധി, ബന്ധുവിയോഗം, രോഗം, സാമ്പത്തിക ക്ലേശം, ധനനാശം, സ്ഥാനപരിവർത്തനം, വാഹന അപകടങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളിലോ മദ്യസേവയിലോ ആസക്തി കാണിക്കരുത്. അത് വലിയ അപകടങ്ങളിൽ ചെന്നെത്തും. വീഴ്ചകൾ വരാതെ സൂക്ഷിക്കുക. ശരീരത്തിന് ഒടിവ് വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കണം. സാഹസിക യാത്രകൾ നടത്തരുത്. ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും തുടരണം. ശാസ്താവിനെ പ്രീതിപ്പെടുത്തണം. ശിവക്ഷേത്ര ദർശനം നടത്തണം. അങ്ങനെ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും വളരെ കുറവായി മാത്രമേ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയുള്ളൂ. അടുത്തതായി അഷ്ടമശനി എന്താണെന്ന് നോക്കാം. ജന്മക്കൂറിൻ്റെ 8-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നതിനെയാണ് അഷ്ടമശനി എന്ന് പറയുന്നത്. അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ ആയുർഭാവം എന്നാണല്ലോ. 2025 മാർച്ച് 29 മുതൽ അഷ്ടമശനി ബാധിക്കാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. മകം, പൂര, ഉത്തരം, കാൽ എന്നീ നക്ഷത്രക്കാർക്കാണ് അഷ്ടമശനി ബാധിക്കുന്നത്. ഈ രാശിക്കാർ 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനക്ലേശം, ധനക്ലേശം, പരദേശവാസം, പങ്കാളിക്ക് ക്ലേശം, യാത്ര, ഭയം എന്നീ അനുഭവങ്ങളിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മീനത്തിലേക്കുള്ള ശനിയുടെ സഞ്ചാരം ഇവർക്ക് കുറച്ചുകൂടി പ്രയാസങ്ങൾ നൽകുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം, രോഗങ്ങൾ, ആശുപത്രിവാസം, സന്താന ദുഃഖം, ഉപദ്രവങ്ങൾ, ദ്രവ്യാദികൾക്ക് നാശം എന്നിവയാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത്. വാഹനം സൂക്ഷിച്ചോടിക്കണം. കുടുംബത്തിൽ കഴിവതും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. അസുഖങ്ങൾ വന്നാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കേസ് വഴക്കുകൾക്ക് പോകാതിരിക്കണം. അപവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ശാസ്താവിനെ നിത്യവും പൂജിക്കുക. ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക. നീരാഞ്ജനം മുടങ്ങാതെ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അടുത്തതായി 7-ര ശനി എന്താണെന്ന് പരിശോധിക്കാം. ജന്മരാശിയുടെ 12-ലും ജന്മരാശിയിലും 2-ാം ഭാവത്തിലും തുടർച്ചയായി 7.5 വർഷം ശനി സഞ്ചരിക്കുന്നതിനാണ് 7-ര ശനി എന്ന് പറയുന്നത്. കണ്ടകശനി, അഷ്ടമശനി എന്നിവയുടെ സമയം 2.5 വർഷമാണെങ്കിൽ 7-ര ശനിയുടെ സമയം 7.5 വർഷമാണ്. 2025 മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മേടക്കൂറുകാരുടെ 12-ാം ഭാവത്തിലേക്കാണ് ശനി സഞ്ചരിക്കുന്നത്. നിലവിൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ധനലാഭവും രോഗശമനവും അധികാരപ്രാപ്തിയും ഭാര്യാപുത്രാദി ലാഭവും ബഹുമാന ലാഭവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 12-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി മനക്ലേശവും പ്രവർത്തന തടസ്സവും നഷ്ടവും ദൂരയാത്രയും ദാരിദ്ര്യവും നൽകുന്നു. ഈ സമയത്ത് വിദേശയാത്രകളും പുതിയ ബിസിനസ്സുകളും ആരംഭിക്കാനും സാധ്യത കാണുന്നു. എല്ലാം സൂക്ഷിച്ച് മാത്രം ചെയ്യണം. ധനലാഭം കാണുന്നില്ല. ശനീശ്വരനെ നിർത്താതെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അടുത്തതായി 7-ര ശനി ബാധിക്കുന്നത് മീനൻ രാശിക്കാർക്കാണ്. പൂരിരുട്ടാതി, കാൽ, ഉത്തരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. ജന്മത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവപ്പെടും. ശരീരപീഡ, രോഗം, കുടുംബത്തിൽ വഴക്ക്, കർമ്മം ചെയ്യേണ്ടി വരിക, ബുദ്ധിഭ്രംശം എന്നിവയാണ് ഫലം. ഓജസ്, തേജസ് ഇവ നഷ്ടപ്പെടും. കർമ്മരംഗത്തോ ഭാര്യയോടോ വിശ്വാസവഞ്ചനകൾ ചെയ്യണമെന്ന് തോന്നും. പക്ഷേ അതൊന്നും ചെയ്യാൻ പാടില്ല. ശാസ്താവിനെ നിരന്തരം ദർശിക്കുക. ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. ഇവയൊക്കെയാണ് പരിഹാരം. ഈ അനുഭവങ്ങൾക്ക് അപ്പോൾ വളരെ കുറവുണ്ടാകും. ഇനി അടുത്തതായി കുംഭൻ രാശിയാണ്. ആവിട്ടമര, ചതയം, പൂരിരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാണ് ഇനി 7-ര ശനി അനുഭവപ്പെടുന്നത്. ഈ രാശിക്കാരുടെ 2-ാം ഭാവത്തിലേക്കാണ് ശനി സഞ്ചരിക്കുന്നത്.
അതായത് ഇവർ കഴിഞ്ഞ 5 വർഷം ശനിയുടെ പിടിയിലായിരുന്നു. ശനിയുടെ ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2-ാം സ്ഥാനം എന്നാൽ ധനസ്ഥാനവും വാക്സ്ഥാനവുമാണല്ലോ. ശനിയുടെ ഈ സഞ്ചാരം ധനനാശം, സന്താനക്ലേശം, ബന്ധുവിരോധം, ക്ലേശങ്ങൾ, വ്യർത്ഥമായ വഴക്ക് എന്നിവ കുംഭൻ രാശിക്കാർക്ക് നൽകും. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് കുടുംബത്തും കർമ്മരംഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചതി, വഞ്ചന എന്നിവയിൽപ്പെട്ട് ധനം നഷ്ടപ്പെടാം. വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കണം. കർമ്മവിഘ്നം ഉണ്ടാകാതെ സൂക്ഷിക്കുക. എല്ലാവരും ശാസ്താവിന് നീരാഞ്ജനവും നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും കുറവ് വരും. 30 വർഷം കൂടുമ്പോഴാണ് ഒരു ജാതകന് 7.5 ശനി സംഭവിക്കുന്നത്. അതിൽ ആദ്യത്തെ 30 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന 7.5 ശനി ആ വ്യക്തിയുടെ പഠനം, മാതാപിതാക്കൾ എന്നിവരെ പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന 7.5 ശനി സന്താനങ്ങൾ, കർമ്മരംഗം, വീട്, കളത്രം എന്നിവയെ ബാധിക്കുന്നു. അവസാനം വരുന്ന 7.5 ശനി വാർദ്ധക്യം, ശാരീരിക ക്ലേശം, രോഗം, മരണം എന്നിവയെ ബാധിക്കുന്നു. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ 7 രാശിക്കാർക്കാണ് കണ്ടകാഷ്ടമ 7.5 ശനിയുടെ ദോഷഫലങ്ങൾ സംഭവിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ നിങ്ങൾക്ക് മേൽ പറഞ്ഞ പ്രയാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. കൂടാതെ നിങ്ങളുടെ ദശാപകാരങ്ങൾ ഇപ്പോൾ നല്ലതാണെങ്കിൽ ഈ ദോഷങ്ങൾ ഒട്ടും ബാധിക്കുകയില്ല. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഇപ്പോൾ നടക്കുന്ന ദശാപകാരങ്ങൾ നല്ലതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ തരും. നിങ്ങളുടെ മക്കളുടെ സമയം നല്ലതാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ തരും. അതുകൊണ്ട് നിങ്ങൾ മുകളിൽ വിവരിച്ച ദോഷഫലങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. കണ്ടകാഷ്ടമ 7.5 ശനിയുടെ ഫലങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാനാണ് ഞാനിവിടെ വിവരിച്ചത്. ചെറിയ ദോഷങ്ങൾ വരാം, അത് ദൈവത്തിനെ വിളിച്ചാൽ മാറാവുന്നതാണ്. എല്ലാ ദിവസവും നാമം ജപിക്കുക, എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവരും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുകയും ചെയ്യണം. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.